എന്താ ശബരി, നീ എന്തിനാ ഞങ്ങളെ പുറത്തേക്ക് വിളിച്ചേ? ഒരു ചെറിയ പ്രശ്നമുണ്ട് രഘുവേട്ടാ. അത് വേറെ ആരും അറിയണ്ടെന്ന് കരുതിയിട്ടാ. എന്ത് പ്രശ്നം? അത് മഞ്ചാടിയായിട്ട് ബന്ധപ്പെട്ടതാ. അവളും ആ ജീവൻ രാജും രജിസ്റ്റർ മാരേജ് നടത്താൻ വേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തു? ആ, രജിസ്റ്റർ ഓഫീസിന്റെ നോട്ടീസ് ബോർഡിൽ അവരുടെ ഫോട്ടോ പതിപ്പിച്ച അറിയിപ്പ് വന്നിട്ടുണ്ട്. ദാ നോക്ക്. കണ്ടോ? ഇതപ്പോ അനു, അങ്കിളൂടെ വരാൻ പറ്റിയ സൗകര്യമല്ല. അങ്കിള് വന്നതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയേണ്ടി വന്നില്ല. വിച്ചുട്ടാ, മോൻ പഞ്ചരത്നത്തിൽ വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നതാണോ? എന്ത് പറയുന്നു മഞ്ചാടി? നമുക്ക് വിഷുവൊക്കെ അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അതിനല്ലേ ഇങ്ങോട്ട് വന്നത്. അങ്കിളിന്ന് വരാൻ നോക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല. വരാന്ന് പറഞ്ഞാൽ വരും. ഇത്തവണ മോണും ഫാമിലിയും വിഷു ആഘോഷിക്കാൻ വരുന്നില്ല, അവര് ബിസിയാ. അപ്പൊ പിന്നെ പഞ്ചരത്നത്തിൽ വിഷു ആഘോഷിക്കാനുള്ള അവസരമായിട്ട് ഇതങ്ങ് കൂട്ടി. മുത്തശ്ശിയും കുഞ്ഞമ്മയും വന്നില്ലേ രഘുവേട്ടാ? അങ്ങോട്ട് വെച്ചോ. ഇല്ല, അവരെത്താറാവുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാവരും അകത്തുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ചെല്ലു മോളെ. സുഖല്ലേ? അങ്കിൾ നിങ്ങൾ ചെല്ലേ. വിച്ചുട്ടാ, നമുക്ക് വിഷു ആഘോഷിക്കണ്ടേ? പടക്കമൊക്കെ പൊട്ടിച്ച് സദ്യയൊക്കെ കഴിക്കണ്ടേ? പിന്നെ എന്തൊക്കെയുണ്ട്? രാത്രി പൊട്ടിക്കാനുള്ള പടക്കമൊക്കെ വാങ്ങിച്ചല്ലോ. എന്തിൻ്റെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്ത് കുറവാണെങ്കിലും നമുക്ക് അപ്പം തന്നെ ശരിയാക്കാം. അങ്കിളെ, ഇവിടെ എല്ലാം സെറ്റാ. പക്ഷേ പുതിയൊരു പ്രശ്നം പൊങ്ങി വന്നിട്ടുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? അങ്കിളെ, ഒന്ന് അങ്ങോട്ട് വന്നേ. വാ.